സ്കൂൾ വെക്കേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ മോളുടെ മോനെ 8ാം ക്ലാസ്സിലേക്ക് ആവുകയാണ് ഈ വർഷം. അവൻ വന്നു. അവനോട് ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നോടൊരു ചോദ്യം, അമ്മമ്മ ഈ ആത്മവിശ്വാസം കൂട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും പറയുന്നു ആത്മവിശ്വാസം കൂട്ടണം എന്ന്, എനിക്ക് അത് അറിയണില്ല എന്ന്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നീ മാമയോട് പോയി ചോദിക്കുക കുട്ടാ, അമ്മമ്മയോടാണ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പൊ അവൻ എന്നോട് എന്താ പറയണമെന്ന്, എനിക്ക് പേടിയാണ് അമ്മമ്മയെന്ന്. അപ്പോൾ ഈ പ്രായക്കാർക്ക്, ഈ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആത്മവിശ്വാസ കമ്മി ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ഉത്തരം കൂടിയായിട്ടാണ് ഞാൻ പറയുന്നത്. അതൊരു കഥാരൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീടിന്റെ തൊട്ടടുത്ത് തന്നെ പൂന്തോട്ടാണ്. ഒരു വീട്ടില് നിറയെ പൂന്തോട്ടം, അതിൽ പൂക്കളുണ്ട്. അതിലൊരു 6-7 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഓടിച്ചാടി നടക്കുകയാണ്. അവൻ പൂമ്പാറ്റകളോടും പൂത്തുമ്പികളോടും പൂക്കളോടും ഒക്കെ സംസാരിക്കണം. അവന്റെ ഭാഷയിൽ അവൻ ചിരിച്ചുല്ലസിച്ച് നടക്കുകയാണ്. നിഷ്കളങ്ക ബാല്യം. അതോടുകൂടി ജനലിന്റെ ഉള്ളിൽ കൂടെ അച്ഛൻ കറൻസിനോട്ട് ഇരുന്ന എണ്ണാണ് കേട്ടോ വീടിന്റെ ഉള്ളില്. അപ്പൊ അച്ഛൻ ഇവനെ കാണുമ്പോ എന്താ ചോദിക്കണേ, ഡാ നിനക്ക് ഭ്രാന്തുണ്ടെങ്കിൽ കയറിപ്പോരടാ അകത്തേന്ന്. അതോടുകൂടി ചെറുതായിട്ടൊരു ചാറ്റൽ മഴ വന്നു. അവൻ മുറ്റത്ത് കൂടെ വീണ്ടും ഓടുകയാണ്. അതോടുകൂടി അമ്മ അകത്തുനിന്ന് വന്നിട്ട് ചോദിക്കും, നിനക്ക് എന്താടാ ഭ്രാന്ത് പിടിച്ചു, അകത്തേക്ക് കയറിപ്പോരടാ. അതോടുകൂടി അമ്മ പറയലും കുട്ടിയെടുത്ത് വാതിലടച്ചു, റൂമിന്റെ ഉള്ളിലിട്ടു. പിന്നെ അവൻ എന്ത് ചെയ്യും? അവൻ അപ്പൊ അവിടെ കളർ പെൻസിൽ കണ്ടു. കളർ പെൻസിൽ കൊണ്ട് അവൻ വെളുത്ത ചുമരുകളിൽ മുഴുവനും പൂത്തുമ്പുകളുടെയും പൂമ്പാറ്റകളുടെയും ഒക്കെ ചിത്രം വരച്ചു. അതോടുകൂടി അമ്മ വന്ന് പറഞ്ഞു, എത്ര കാശ് മുടക്കിയിട്ടാടാ ഈ ചുമരൊക്കെ എങ്ങനെയാക്കിക്കണേ, നീ ഇതിലൊക്കെ കുത്തി വരച്ചോ ചോദിച്ചു. കളർ പെൻസിലിട്ട് പൂട്ടി വെച്ചു. അതോടുകൂടി ചലിക്കണ പാവ കണ്ടു. അവൻ അതിന്റെ ഉള്ളിൽ എന്തെന്ന് അറിയാൻ വേണ്ടി എറിഞ്ഞുടച്ചു. അതോടുകൂടി അമ്മ ചോദിക്കുകയാണ് അവനോട്, നിനക്ക് എന്താടാ ഭ്രാന്ത് പിടിച്ചോ, നിന്റെ ദേഷ്യം തീർക്കാനുള്ളതാണോ ഈ പാവ എന്ന് പറഞ്ഞു. സത്യത്തിൽ ആരാണ് കുട്ടികളുടെ ആത്മവിശ്വാസ കമ്മി ഉണ്ടാക്കുന്നത്? ഈ അരുതുകളാണ്. അരുത്, അത് ചെയ്താൽ അരുത്, ഇത് ചെയ്താൽ അരുത്, എന്ത് ചെയ്താലും അരുത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളോട് ഞാൻ പറയാണ്, രക്ഷിതാക്കളോടും കുട്ടികളോട് ഈ അരുത് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ആത്മവിശ്വാസം ഇല്ലാത്ത കുട്ടികൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യം, കണ്ണാടിയിൽ രാവിലെ നോക്കി ചിരിച്ച് അവരുടെ കോൺഫിഡന്റ്, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടെന്ന് കണ്ണാടിയോട് തന്നെ കണ്ണിൽ നോക്കി പറയുക. ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ കുട്ടികളെ ശീലിക്കേണ്ട ഒരു കാര്യമുണ്ട്, കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കുക. അങ്ങനത്തെ കുട്ടി ഒരിക്കലും ജീവിതത്തിൽ തോൽക്കില്ല, ആത്മവിശ്വാസ കമ്മി ഉണ്ടാവില്ല. നമസ്കാരം.